ഈ വീഡിയോയിൽ 3 കാര്യങ്ങൾ. ഒന്ന്, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിൻ്റെ അബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷണൽ കൺവേർജൻസ്. രണ്ടാമത്തത്, കോഷി പ്രിൻസിപ്പൽ വാല്യൂ ഇൻ കണക്ഷൻ വിത്ത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്. മൂന്നാമത്തത്, ഇൻ്റഗ്രൽ ടെസ്റ്റ് ഫോർ സീരീസ്. അപ്പോൾ ആദ്യം അബ്സല്യൂട്ട് കൺവേർജൻസും കണ്ടീഷണൽ കൺവേർജൻസും എന്താണെന്നുള്ളത് നോക്കാം. ഇൻ്റഗ്രൽ a ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ അത് ക്ലിയർ ആണ്. ഇൻഫിനിറ്റി വരുന്നതുകൊണ്ട് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. Improper integral of first kind, integral a to infinity f of x dx is absolutely convergent if integral a to infinity mod f of x dx is convergent. അപ്പോൾ absolute valuesന് corresponding ആയിട്ടുള്ള improper integral convergent ആവുമ്പോഴാണ് ഒറിജിനൽ improper integralനെ absolutely convergent എന്ന് പറയുന്നത്. ഇതേ കാര്യം നമ്മൾ സീരീസിൻ്റെ കേസിൽ ഡീൽ ചെയ്യുന്നുണ്ട്. A series sigma an is absolutely convergent if സിഗ്മ മോഡ് എ എൻ ഇസ് കൺവേർജൻറ്റ്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് കൺവേർജൻ്റ് ആകുമ്പോഴാണ് ഒറിജിനൽ സീരീസിന് നമ്മൾ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ഇഫ് ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് കൺവേർജൻറ്റ്. ഇനി അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ആണെങ്കിൽ ഷുവർ ആണ് ദ ഒറിജിനൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഇസ് കൺവേർജൻറ്റ്. കാരണം നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എക്സ്. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുന്ന കേസുകൾ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒറിജിനൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിനെ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുന്ന കേസുകളിലെല്ലാം തന്നെ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും കൺവേർജ് ചെയ്യും. അതാണ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ ഇതും ഈ കണ്ടീഷനും പിന്നെ കമ്പാരിസൺ ടെസ്റ്റും കൂടെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിട്ടുള്ള എല്ലാ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസും കൺവേർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിൻ്റെ നേരെ തിരിച്ച് വേണമെന്ന് നിർബന്ധമില്ല. അതായത് ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആവാം, പക്ഷേ അത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ലാതെ വരാം. അല്ലെങ്കിൽ അതിൻ്റെ മോഡുലസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് അല്ലാതെ വരാം. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഒറിജിനൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിനെ കണ്ടീഷണലി കൺവേർജൻ്റ് എന്നാണ് വിളിക്കുക. സോ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് കണ്ടീഷണലി കൺവേർജൻറ്റ് ഇഫ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജൻറ്റ്. അതായത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആണ്, പക്ഷേ ബട്ട് നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. അതിൻ്റെ മോഡുലസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് അല്ലാതെ വരികയും ചെയ്താലാണ് നമ്മൾ കണ്ടീഷണലി കൺവേർജൻ്റ് എന്ന് പറയാം. ഇതേ കാര്യം ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡും നമുക്ക് പറയാം, അതുപോലെ സീരീസിൻ്റെ കേസിലും പറയാം. അപ്പോൾ സീരീസ് കണ്ടീഷണലി കൺവേർജൻ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ സീരീസ് കൺവേർജൻ്റ് ആവുക, പക്ഷേ അബ്സല്യൂട്ട് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഡൈവേർജൻ്റ് ആവുക. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കേസാണ് ദ സീരീസ് 1 - 1/2 + 1/3 + എക്സെട്ര, അല്ലെങ്കിൽ സിഗ്മ -1 n 1/n. ഈ സീരീസ് കൺവേർജൻ്റ് ആണ്. അതേസമയം ഇതിൻ്റെ മോഡുലസുകളുടെ സീരീസ്, അതായത് സിഗ്മ 1/n വരും, 1 + 1/2 + എക്സെട്ര, ഇത് ഡൈവേർജൻ്റ് ആണ്. സോ ഈ സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ മോഡുലസുകളുടെ സീരീസ് ഡൈവേർജൻ്റ് ആണ്. അതുകൊണ്ട് ഈ സീരീസിനെ നമ്മൾ കണ്ടീഷണലി കൺവേർജൻ്റ് എന്ന് വിളിക്കും. കണ്ടീഷണലി കൺവേർജൻ്റ് ആയിട്ടുള്ള സീരീസിനൊരു എക്സാമ്പിളായത്. ഇത് കൺവേർജൻ്റ് ആണെന്ന് മാത്രമല്ല, ഇതിൻ്റെ വാല്യൂസ് log 2. അതേപോലെ തന്നെ ഇവിടെയും ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിൻ്റെ കേസിൽ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഈ രണ്ട് ക്വസ്റ്റ്യൻസ്. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 1 to infinity cos x divided by x square plus 1 dx is convergent. അതേപോലെ തന്നെ sin x divided by x raised to p dx is convergent. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത ഇവിടെ cos x ഉണ്ട്, പിന്നെ ആൾജിബ്രൈക്ക് ആയിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്, എക്സ് റൈസ് ടു പി ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കോസ് എക്സിൻ്റെ മാക്സിമം വാല്യൂസ് 1, അതേപോലെ സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂസ് 1. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ മോഡുലസ് എടുത്താൽ നമുക്കറിയാം കോസ് എക്സിൻ്റെ മാക്സിമം വാല്യൂ 1 ആയതുകൊണ്ട് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ മോഡുലസ്. പക്ഷേ എക്സ് സ്ക്വയർ പ്ലസ് 1 പോസിറ്റീവ് ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/x സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ക്ലിയർലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/x സ്ക്വയർ. കാരണം എക്സ് സ്ക്വയർ പ്ലസ് 1ഉം എക്സ് സ്ക്വയറും കമ്പയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് വലുത്. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത്
1/x² ആയിരിക്കും വലുത്. അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1/x² കേസ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. സിൻസ് integral 1 to infinity 1/x². So integral 1 to infinity 1/x raised to p is convergent if p is greater than 1. So this is convergent. By comparison test, നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ, സോ 1 to infinity mod cos x divided by x² plus 1 dx is convergent എന്ന് വരും. ഇനി ഈ മോഡുലസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഈ ഒറിജിനൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്നാണ് വിളിക്കുക. ദാറ്റ് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ 1 to infinity cos x divided by x² plus 1 dx is absolutely convergent. ഇനി അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിട്ടുള്ള എല്ലാ കേസുകളും കൺവേർജൻ്റ് ആണ്. സോ 1 to infinity cos x divided by x² plus 1 dx is convergent. അപ്പോൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അബ്സല്യൂട്ട് കൺവേർജൻസാണ് ചെക്ക് ചെയ്തിരിക്കുന്നത്. മോഡുലസ് നമ്മൾ കൺസിഡർ ചെയ്തതാണ്. ഇതേപോലെ തന്നെ ഇവിടെയും പറയാമല്ലോ, sin x divided by x raised to p അതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ലെസ് ആൻ ഓർ ഈക്വൽ ടു 1/x raised to p. 1/x raised to p കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡാണ്, ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡാണ്. സീറോയിൽ ഇത് അൺബൗണ്ടഡ് ആണ്. സോ അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇവിടുത്തെ അതേപോലെ തന്നെ ഇവിടെ 1 to infinity 1/x raised to p അടുത്ത്. അപ്പോൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഓർക്കണം. ഇൻ്റഗ്രൽ 0 to 1, അതായത് ഇൻ്റഗ്രൽ a to b 1/x minus a the all raised to p ആ ഫോമാണ് അത്. ഇൻ്റഗ്രൽ a to b 1/x minus a the all raised to p അതിൽ എയിൽ അൺബൗണ്ടഡ് ആയിട്ട് വരുന്ന കേസ്. അപ്പോൾ ഇവിടെ അൺബൗണ്ടഡ് ആയിട്ട് വരുന്നത് 0-ലാണ്. സോ ദിസ് ഈസ് കൺവേർജൻറ്റ് if p is less than 1. ഇത് p ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസായിരുന്നു. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ കറക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് 0 to 1 mod sin x ഡിവൈഡഡ് ബൈ x raised to p dx കൺവേർജൻറ്റ്. പക്ഷെ അപ്പോഴും ഈ കണ്ടീഷൻ ഉണ്ട്, if p is less than 1. ഇത് കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് integral 0 to 1 sin x divided by x raised to p dx is absolutely convergent. അതും if p is less than 1. absolutely convergent ആണെങ്കിൽ ഒറിജിനൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആവും. സോ is convergent. again condition ഉണ്ട്, if p is less than 1. മൂന്നാമത്തെ പ്രോബ്ലം നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ബൈ എക്സ് ഡി എക്സ് എസ് കണ്ടീഷണലി കൺവേർജൻറ്റ്. അപ്പോൾ കണ്ടീഷണലി കൺവേർജൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആയിരിക്കുകയും അതേസമയം ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഡൈവേർജൻ്റ് ആവുകയും വേണം. അപ്പോൾ രണ്ട് കേസായിട്ട് ഡീൽ ചെയ്യാം. അപ്പോൾ ആദ്യം ഇത് കൺവേർജൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന കേസ്. ഇത് കൺവേർജൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ള കേസ് കഴിഞ്ഞ രണ്ട് കേസിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. സോ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ലെസ് ആൻ ഓർ ഈക്വൽ ടു 1/x എന്ന് വരും. 1/xന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യും. സോ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ആണെങ്കിൽ എന്നൊക്കെ പറയാം. പക്ഷേ പ്രശ്നം ഇതാണ്, 1/xന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ a to infinity 1/x raised to p dx converges if p is greater than 1. ഈക്വൽ ടു 1 ആകുമ്പോൾ ഡൈവേർജസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതാണ് ഇവിടെയുള്ള പ്രശ്നം. നേരത്തെ ചെയ്ത ഫസ്റ്റ് പാർട്ടിലുള്ള ക്വസ്റ്റ്യനും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. പക്ഷേ ഇവിടെ x² ആയിരുന്നെങ്കിൽ കാര്യം കുറച്ചുകൂടി ഓക്കെയാണ്. നേരത്തെ cos x ഡിവൈഡ് ബൈ x² plus 1 ചെയ്തപ്പോൾ അതായിരുന്നു അവിടെയുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ ആദ്യം ഇതിന് ചെയ്യാൻ പോകുന്നത് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട്
1/x² കൊണ്ടുവരാൻ നോക്കുകയാണ്. അതിനാദ്യം ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ബൈ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. സോ ഇൻ്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ബൈ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഞാൻ എടുക്കുന്നത് 1/x ആൻഡ് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് സൈൻ എക്സ് എടുക്കുന്നു. സോ 1/x ഇൻറ്റു ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇസ് മൈനസ് കോസ് എക്സ് മൈനസ് integral of derivative of first. So 1/x derivative is minus 1/x² into integral of second, that is minus cos x dx. നമുക്ക് പൈ ടു ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട്. സോ പൈ ടു ഇൻഫിനിറ്റി, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 1/∞ 0 ആവും. പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കോസ് പൈയുടെ വാല്യൂ is -1. So cos pi -1, ഇവിടെ ഒരു പൈ വരും, ഈ ഒരു മൈനസ് ഉണ്ട്, പിന്നെ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ മൈനസ്. സോ നമുക്ക് 3 മൈനസ് വരും, -1/π. ഇനി ഇവിടെയാണെങ്കിൽ മൈനസ് പ്ലസ് ആയി, ഒരു മൈനസും കൂടെ. സോ മൈനസ് ഇൻ്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി 1/x² ഓർ cos x ഡിവൈഡഡ് ബൈ x² dx എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു -1/π മൈനസ് ഇൻ്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി cos x ഡിവൈഡഡ് ബൈ x² dx. ഇപ്പം ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ എക്സ് എന്ന് മാറിയിട്ട് ഇപ്പോൾ x² ആയി. അപ്പോൾ ഇനി ഈ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുക. കൺസിഡർ ഇൻ്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി cos x ഡിവൈഡഡ് ബൈ x². അതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ x² ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് എക്സിൻ്റെ മാക്സിമം വാല്യൂ 1. സോ ദാറ്റ് ഈസ് 1/x². അപ്പോൾ ഇതിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. നൗ സിൻസ് ഇൻ്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി 1/x² dx ഇസ്, നോക്കുക, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡിൽ a ടു ഇൻഫിനിറ്റി 1/x⁻p ഇസ് കൺവേർജൻറ്റ് ഇഫ് p ഇസ് ഗ്രേറ്റർ ദാൻ 1. സോ 1/x² കേസ് കൺവേർജൻ്റ് ആണ്. By comparison test, ഇത് കൺവേർജൻ്റ് ആവും. ഇൻ്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി മോഡ് കോസ് എക്സ് ബൈ x² dx കൺവേർജൻറ്റ്. അതിൻ്റെ അർത്ഥം ഇത് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. സോ ദാറ്റ് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി കോസ് എക്സ് ഡിവൈഡഡ് ബൈ x² dx ഇസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ കൺവേർജൻ്റ് ആവും. സോ പൈ ടു ഇൻഫിനിറ്റി കോസ് എക്സ് ഡിവൈഡ് ബൈ x² dx ഇസ് കൺവേർജൻറ്റ്. ഇത് കൺവേർജൻ്റ് ആണെങ്കിൽ ഇതിനൊരു ഫൈനൈറ്റ് വാല്യൂ ആയി. ഇതിനൊരു ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ -1/π മൈനസ് ഫൈനൈറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന് ഫൈനൈറ്റ് വാല്യൂ ആയി. ദാറ്റ് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ഡിവൈഡഡ് ബൈ x dx ഇസ് കൺവേർജൻറ്റ്. അപ്പോൾ നമുക്ക് വേണ്ടിയിരുന്ന കണ്ടീഷണലി കൺവേർജൻ്റ് ആവണമെങ്കിൽ ഒറിജിനൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആവണം. അത് ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അത് ഡൈവേർജൻ്റ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ്. അതിന് ഞാൻ ഇങ്ങനെ എടുക്കുന്നു. ഫോർ n ബിലോങ്സ് ടു n, ഇൻ്റഗ്രൽ പൈ ടു nπ മോഡ് സൈൻ എക്സ് ബൈ എക്സ് ഡി എക്സ് കൺസിഡർ ചെയ്താൽ, അപ്പോൾ പൈ ടു ഇൻഫിനിറ്റി ആണ് വേണ്ടത്. ഞാനൊരു n കൺസിഡർ ചെയ്യുന്നു, ഒരു നാച്ചുറൽ നമ്പർ n കൺസിഡർ ചെയ്യുന്നു. സോ പൈ ടു nπ ഞാൻ കണ്ടു നോക്കുന്നു. എന്നിട്ട് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻ്റഗ്രലായി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, പക്ഷേ ഇതിന് നമുക്ക് വേണമെങ്കിൽ പൈ ടു nπ അല്ലേ. സോ ദാറ്റ് ഈസ് പൈ ടു 2π മോഡ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ മോഡ് എക്സ് ഡി എക്സ് പ്ലസ്, അപ്പോൾ ഇവിടെ പൈ ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് എക്സ് പോസിറ്റീവ്, അപ്പോൾ അതുകൊണ്ട് ഈ മോഡ് എക്സ് എന്ന് എഴുതുന്നതിൽ അർത്ഥമില്ല. പ്ലസ് 2π ടു 3π മോഡ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ് പ്ലസ് ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് n-1π തൊട്ടിട്ട് nπ വരെ മോഡ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ് എന്ന് വരും.
ഇനി ഓരോ ഇൻ്റർവെലും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ വേരിയേഷൻസ് ഫ്രം പൈ ടു 2π. അപ്പോൾ അതിൽ എക്സിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ ഞാൻ ഡിനോമിനേറ്ററിൽ ഈ എക്സിന് കൊടുത്താൽ ഈ ഡിനോമിനേറ്ററിലാക്കി കൊടുക്കുന്നതുകൊണ്ട് ഈ എക്സ്പ്രഷൻ മിനിമം. സോ ദിസ് ഇൻ്റഗ്രൽ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഞാൻ ശരിക്കും ചെയ്യുന്നത് ഇവിടെയുള്ള 1/xന് എടുക്കാവുന്ന ഏറ്റവും മിനിമം വാല്യൂ കൊടുക്കുകയാണ്. 1/xൻ്റെ മിനിമം വാല്യൂ എടുക്കുന്നത് എക്സ് മാക്സിമം വാല്യൂ ആകുമ്പോഴാണ്. എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 2π ആണ്. സോ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ പൈ ടു 2π 1/2π ഇൻറ്റു മോഡ് സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. പ്ലസ് അടുത്ത അതേപോലെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സിന് എടുക്കാവുന്ന മാക്സിമം വാല്യൂ 3π ആണ്. സോ 1/xന് എടുക്കാവുന്ന മിനിമം വാല്യൂ 1/3π ആണ്. സോ മിനിമം വാല്യൂ വെച്ചാൽ ഞാൻ റീപ്ലേസ് ചെയ്യുന്നത്. സോ അഗൈൻ ഈ സൈഡ് വലുതായിക്കൊണ്ടിരിക്കും. സോ 1/3π ഇൻറ്റു മോഡ് സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് വരുന്ന സമയത്ത് അവിടെയും എക്സിന് എടുക്കാവുന്ന മാക്സിമം വാല്യൂ nπ. സോ 1/xൻ്റെ മിനിമം വാല്യൂ ഇസ് 1/nπ മോഡ് സൈൻ എക്സ് ഡി എക്സ് n-1 π തൊട്ട് π വരെ. സോ ഈ ഇതിലെല്ലാം കോൺസ്റ്റൻ്റ് ഇത് 1/2π പുറത്തെടുക്കാം, 1/3π പുറത്തെടുക്കാം. സോ ഇവിടെ 2π to 3π ആണ്. ഇതിൽ 1/nπ പുറത്തെടുക്കാം. പക്ഷേ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി കിട്ടാവുന്നത് π to 2π മോഡ് സൈൻ എക്സ് ഡി എക്സ്. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ π to 2π മോഡ് സൈൻ എക്സ് ഡി എക്സ് പ്ലസ് 1/3π ഇൻറ്റു 2π to 3π mod sin x dx പ്ലസ് ലാസ്റ്റ് 1/nπ ഇൻറ്റു അഗൈൻ ഇവിടെ പ്ലസ് ഉണ്ട് n-1 π തൊട്ട് nπ വരെ nπ മോഡ് സൈൻ എക്സ് ഡി എക്സ്. ഈ മോഡ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഇത് ഇങ്ങനെയാണ്. സോ പൈ ടു 2π മോഡ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ വരിക, അല്ലെങ്കിൽ ദാറ്റ് ഇസ് സെയിം ആസ് 0 to π മോഡ് സൈൻ എക്സ് ഡി എക്സ്. ഇതിൻ്റെ എക്സാക്ട് വാല്യൂ 2 ആണ്. നമ്മൾ 0 to πയിൽ മോഡ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 0 to π എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റും സെക്കൻഡ് ക്വാഡ്രൻറ്റും വരും. അവിടെ സൈൻ എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് മോഡ് സൈൻ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ എക്സ് തന്നെയാണ് വരിക. സൈൻ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ദാറ്റ് ഇസ് മൈനസ് കോസ് എക്സ്, ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 0 to π ആൻഡ് കോസ് പൈയുടെ വാല്യൂ -1. സോ ദിസ് 1. കോസ് 0യുടെ വാല്യൂ 1, ഒരു മൈനസും കൂടി ഉണ്ട്, ഈ മൈനസും ഉണ്ട്. സോ +1 = 2. ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മൈനസും ആ മൈനസും. സോ ഇതിൻ്റെ വാല്യൂ 2 ആണ്, ഇതിൻ്റെ വാല്യൂ 2 ആയിരിക്കും, ഇതിൻ്റെ വാല്യൂ 2 ആയിരിക്കും. ഇവിടെ അങ്ങോട്ടുള്ള എല്ലാം 2 ആണ്. ഉദ്ദേശകാര്യം ഇത് 2 ആണ്, ഇത് 2 ആണ്, ഇതെല്ലാം 2 ആണ്. സോ ദാറ്റ് ഈസ് 2 times 1/2π പ്ലസ് 1/3π പ്ലസ് എക്സെട്ര പ്ലസ് 1/nπ എന്ന് വരും. സോ പൈ ഇവിടെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2/π ഇൻറ്റു 1/2 പ്ലസ് 1/3 പ്ലസ് എക്സെട്ര പ്ലസ് 1/n വരും. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്ക് 1/2 പ്ലസ് 1/3 പ്ലസ് എക്സെട്ര 1/n എന്ന് പറഞ്ഞാൽ സിഗ്മ 1/nൻ്റെ പാർഷ്യൽ സം ആണ്. സോ നമുക്കറിയാം സിഗ്മ 1/n ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇസ് ഡൈവേർജൻറ്റ്. 1 + 1/2 പ്ലസ് എക്സെട്ര എന്നുള്ളത് ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫിനിറ്റ് സീരീസ് ഡൈവേർജൻ്റ് ആണെങ്കിൽ അതിനേക്കാൾ വലുതല്ലേ ഇത്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും ഇത് തന്നെയായിരിക്കും, ഡൈവേർജൻ്റ് ആയിരിക്കും. n ടെൻസ് ടു ഇൻഫിനിറ്റി we know that limit n tends to infinity 1/2 plus 1/3 plus etc plus 1/n, that is sigma 1/n, n is equal to 2 to infinity, is divergent. അത് ഡൈവേർജൻ്റ് ആണ്. അത് ഡൈവേർജൻ്റ് ആയതുകൊണ്ട് സോ by comparison test we get limit n tends to infinity integral pi to nπ mod sin x divided by x dx, that is integral pi to infinity mod sin x divided by x dx is divergent. ഇപ്പോൾ ആദ്യം ഇത് കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു.
ഇപ്പോൾ മോഡുലസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൈവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. ദർഫോർ എന്ത് പറയാം, ഇന്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി sin x by x dx is conditionally convergent. അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഷി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആൻ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണ്. ഇപ്പോൾ രണ്ട് കേസുകൾ ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് അൺബൗണ്ടഡ് അറ്റ് എക്സ് നോട്ട് വേർ എക്സ് നോട്ട് ഇസ് എ പോയിന്റ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ ആ കേസിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് സാധാരണ ഇങ്ങനെ ചെയ്യുക, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ എക്സ് നോട്ട് ഇതിൻ്റെ ഇടയിലുള്ള ഒരു പോയിന്റ് ആണല്ലോ എക്സ് നോട്ട്. അപ്പോൾ അവിടെ വെച്ച് അവിടെ അൺബൗണ്ടഡ് ആയതുകൊണ്ട് എ ടു എക്സ് നോട്ട് പ്ലസ് എക്സ് നോട്ട് ടു ബി എന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഇപ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രൽ നോക്കുന്ന സമയത്ത് എക്സ് നോട്ടിലാണ് അൺബൗണ്ടഡ് ആയത്, അപ്പർ ലിമിറ്റിൽ അൺബൗണ്ടഡ് ആയി. സോ ആ കേസിൽ നമ്മൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 എ തൊട്ടിട്ട് എക്സ് നോട്ട് മൈനസ് എപ്സിലോൺ വരെ എഫ് ഓഫ് എക്സ് ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. പ്ലസ് രണ്ടാമത്തെ ഇൻ്റഗ്രൽ നോക്കുന്ന സമയത്ത് ലോവർ ലിമിറ്റിലാണ് അൺബൗണ്ടഡ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന നമ്മൾ എക്സ് നോട്ട് പ്ലസ് ഇവിടെ എപ്സിലോൺ എടുത്തുകൊണ്ട് ഒരു ഡെൽറ്റ തൊട്ട് ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഡെൽറ്റ ടെൻസ് ടു 0. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. പക്ഷെ അതിന് പകരം ഈ രണ്ടാമത്തേലും എപ്സിലോൺ തന്നെ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് കോഷി പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഡിഫറൻസ് ഇതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ അറ്റ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജൻ്റ് എന്നാണ് പറയുക. പക്ഷേ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്, ഇതിൽ രണ്ടിലും എപ്സിലോൺ തന്നെ എടുത്താൽ ചിലപ്പോൾ നമ്മളത് ആഡ് ചെയ്യുന്ന സമയത്ത്, കാരണം അപ്പോൾ ആഡ് ചെയ്യാൻ പറ്റിയേക്കും, കാരണം എപ്സിലോൺ ടെൻസ് 0 ഇവിടെയും എപ്സിലോൺ ടെൻസ് 0 ആവുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോഷി പ്രിൻസിപ്പൽ വാല്യൂ ചില കേസിൽ എക്സിസ്റ്റ് ചെയ്യാം, പക്ഷേ ഒറിജിനൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജൻ്റ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം, ഷോ ദാറ്റ് കോഷി പ്രിൻസിപ്പൽ വാല്യൂ എക്സിസ്റ്റ് ബട്ട് ദ ഒറിജിനൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഇസ് ഡൈവേർജൻ്റ് എന്നുള്ള രീതിയിൽ. അതുപോലെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആകുമ്പോൾ അവിടെയും നമ്മൾ ഇങ്ങനെ ചെയ്യാറ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമ്മൾ അതിനെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. മൈനസ് ഇൻഫിനിറ്റി ടു ഒരു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ആദ്യത്തത് ഒരു എ ടു 0 ചെയ്തിട്ട് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കും, അല്ലെങ്കിൽ മൈനസ് എ ടു 0 എന്ന് ചെയ്തിട്ട് എ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കും. പ്ലസ് രണ്ടാമത്താണെങ്കിൽ 0 ടു ബി എന്ന് ചെയ്തിട്ട് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കും. ഇപ്പം ഇതിന് പകരം ഇവിടെ എയും ഇവിടെ ബിയും എടുക്കുന്നത്, ഇത് രണ്ടും ഒരേ വാല്യൂസ് എടുത്തിട്ട് കമ്പൈൻ ചെയ്ത് ചെയ്യുന്നതാണ് കോഷി പ്രിൻസിപ്പൽ വാല്യൂ. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എ ടു ഇൻഫിനിറ്റി എന്ന് എടുക്കുന്നതിന് പകരം വേണമെങ്കിൽ മൈനസ് എ ടു 0 ആൻഡ് എ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എടുക്കാം. ആൻഡ് ബി എന്നുള്ളതിന് പകരം ഇവിടെയും എ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ നമുക്ക് വേണമെങ്കിൽ ക്ലബ് ചെയ്യാം. സോ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്യുന്നു, ലിമിറ്റ് എ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കുന്നു. അപ്പോൾ അതേ കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോഷി പ്രിൻസിപ്പൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയാം. സാധാരണ കേസിൽ ഇങ്ങനെയല്ല ചെയ്യുക, ഇവിടെ ബി എന്നെടുത്തിട്ട് ആണ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജൻ്റ് എന്ന് വരും. അപ്പോൾ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. കോഷി പ്രിൻസിപ്പൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യാം, പക്ഷേ ഒറിജിനൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജൻ്റ് ആവും. അപ്പോൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണെങ്കിൽ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നു, മൈനസ് എസ് ടു എസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് ചെയ്തിട്ട് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി, അഗൈൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആയി. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഇതിൻ്റെ വാല്യുവേഷനെയാണ് നമ്മൾ കോഷി പ്രിൻസിപ്പൽ വാല്യൂ കാണുകയെന്ന് പറയുക. കോഷി പ്രിൻസിപ്പൽ വാല്യൂ വേണമെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാം, പക്ഷേ ഒറിജിനൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആ ടൈപ്പ് നോക്കാം. നോക്കൂ, പ്രോബ്ലം ഷോ ദാറ്റ് ഈവൻ ദോ ദിസ് improper integral does not converge, its Cauchy principal value exists.
അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. അത് കൺവേർജൻസ് അല്ല, അതായത് ഡൈവേർജ് ചെയ്യുന്നു എന്നും അതേപോലെ ഇതിൻ്റെ കോഷി പ്രിൻസിപ്പൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കണം. അപ്പോൾ ആദ്യം ഇൻ്റഗ്രൽ -∞ to ∞ 1 + x ഡിവൈഡഡ് ബൈ 1 + x² dx നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ -∞ to 0 + 0 to ∞ ആകും. 1 + x ഡിവൈഡഡ് ബൈ 1 + x² dx. എന്നിട്ട് ഇവിടെ ലിമിറ്റ് a ടെൻസ് ടു -∞ a to 0 ഇവാലുവേറ്റ് ചെയ്യും. ഇതാണെങ്കിൽ 0 to b ഇവാലുവേറ്റ് ചെയ്യും. ലിമിറ്റ് കൊടുക്കും b ടെൻസ് ടു ∞. 1 + x ബൈ 1 + x² നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 1 / 1 + x² എന്നും x / 1 + x² എന്നും സ്പ്ലിറ്റ് ചെയ്യാം. 1 / 1 + x² ഇൻ്റഗ്രൽ tan ഇൻവേഴ്സ് ഓഫ് x ആണ്. x / 1 + x² ആണെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്, അതായത് 1 + x² ഡെറിവേറ്റീവ് 2x. അപ്പോൾ ഒരു 2ൻ്റെ പ്രശ്നമാണുള്ളത്. സോ 2x കൊണ്ടുവരാൻ 2 വെച്ച് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം, താഴെ 2 വെച്ച്. സോ 1/2 ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആവും ആ കേസിൽ ന്യൂമറേറ്റർ log of 1 + x² എന്ന് വരും. ഇതാണ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വരിക. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 1 / 1 + x². 1 / 1 + x² tan ഇൻവേഴ്സ് ഓഫ് x. x / 1 + x² മുകളിലൊരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു 1/2. ആ കേസിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആവും ന്യൂമറേറ്റർ. നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു a to 0 ലിമിറ്റ് a ടെൻസ് ടു -∞. പ്ലസ് ഇതേ കാര്യം തന്നെ ഇവിടെ tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് ഹാഫ് ഓഫ് log of 1 + x². ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 0 to b ആൻഡ് ലിമിറ്റ് b ടെൻസ് ടു ∞. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ tan ഇൻവേഴ്സ് ഓഫ് 0 is 0 ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ log 1 അതും 0 ആയി. ആൻഡ് a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് tan ഇൻവേഴ്സ് ഓഫ് a പ്ലസ് 1/2 log of 1 + a² ആൻഡ് ലിമിറ്റ് a ടെൻസ് ടു -∞. ഇവിടെ അതേപോലെ തന്നെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആയി പോകും. സോ tan ഇൻവേഴ്സ് ഓഫ് b പ്ലസ് ഹാഫ് ഓഫ് log ഓഫ് 1 + b². ലിമിറ്റ് b ടെൻസ് ടു ∞. ഓക്കെ, a ടെൻസ് ടു -∞ കൊടുത്തു കഴിഞ്ഞാൽ tan ഇൻവേഴ്സ് ഓഫ് -∞. tan ഇൻവേഴ്സ് ഓഫ് -∞ is -π/2. tan inverse of -a is minus tan inverse of a. Tan inverse of infinity is π/2 plus a tends to -∞ ആകുമ്പോൾ a² ഇൻഫിനിറ്റിലോട്ട് പോകും. 1 + a² ഇൻഫിനിറ്റി ആയി. log of infinity, ലോഗിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. സോ log of infinity is infinity. അപ്പോൾ ഇത് ഇൻഫിനിറ്റി വരും. പ്ലസ് ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്, a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ലോവർ ലിമിറ്റ് അല്ലേ, ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. സോ ഇത് പ്ലസ് ആവും ആൻഡ് ഇത് മൈനസ് ആവും. ദിസ് ഇസ് മൈനസ്. ഇതുപോലെ ഇവിടെ ലിമിറ്റ് b ടെൻസ് ടു ∞ കൊടുക്കുന്ന സമയത്ത് tan ഇൻവേഴ്സ് ഓഫ് b is π/2 പ്ലസ് അവിടെ ഇൻഫിനിറ്റി വരും. പക്ഷെ നമ്മളുടെ റിസൾട്ട് പ്രകാരം ഏതെങ്കിലും ഒന്ന് ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ, ഇത് രണ്ടും ഇപ്പോൾ ഇൻഫിനിറ്റി ആവുന്നിരിക്കുന്നത്, ഏതെങ്കിലും ഒന്ന് ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഇസ് ഡൈവേർജൻറ്റ്. സോ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഇസ് ഡൈവേർജൻറ്റ്. പക്ഷേ കോഷി പ്രിൻസിപ്പൽ വാല്യൂ വരുന്ന സമയത്ത് സാധ്യതയുള്ളത് ഈ -∞ ഇൻഫിനിറ്റി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാൻസൽ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇനി കോഷി പ്രിൻസിപ്പൽ വാല്യൂ നോക്കുന്ന സമയത്ത് കോഷി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ -∞ to ∞ 1 + x divided by 1 + x² dx. So that is equal to limit s tends to infinity minus s to s 1 + x by 1 + x² dx. So that equals limit s tends to infinity. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷേ ഞാനിവിടെ -s to s ആയതുകൊണ്ട് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതും. -s to s 1/1 + x² dx പ്ലസ് -s to s x/1 + x² dx. ഇനി കുറച്ചുകൂടി ഡീൽ ചെയ്യാൻ എളുപ്പമുണ്ട്, കാരണം x
എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷനായി മൈനസ് എസ് ടു എസ് വരുമ്പോൾ ഇതിൻ്റെ വാല്യൂ 0 വന്നു. സോ ഇത് മാത്രമേ ഉള്ളൂ. 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. സോ ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വരും ആൻഡ് മൈനസ് എസ് ടു എസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ്, അല്ലെങ്കിലും ഇത് ഈവൻ ഫംഗ്ഷൻ അപ്പോൾ 2 ടൈംസ് 0 ടു എസ് എന്ന് എഴുതാം. എന്തായാലും ഇത് 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് എന്നാണ് വരിക. നൗ എസ് ടെൻസ് ടു ഇൻഫിനിറ്റി, ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി വന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി ഇസ് പൈ ബൈ 2. സോ 2 പൈ ബൈ 2. സോ 2 പൈ ബൈ 2 ഇസ് പൈ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ക്യാൻസൽ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ വാല്യൂ എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഒറിജിനലി ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജൻ്റാണ്, പക്ഷേ കോഷി പ്രിൻസിപ്പൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ്റഗ്രൽ ടെസ്റ്റ് ഫോർ സീരീസ്. അപ്പോൾ ഇത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഓരോ കാര്യങ്ങളും ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിൻ്റെ ആണെങ്കിൽ പോലും എല്ലാം തന്നെ നമ്മൾ സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ കേസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ കൺവേർജൻസ് ഡൈവേർജൻസ് നമുക്ക് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇൻ്റഗ്രൽ ടെസ്റ്റ്. അപ്പോൾ സീരീസിൻ്റെ കൺവേർജൻസ് പല രീതിയിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഇത് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ്. ഇത്രയേ ഉള്ളൂ. എഫ് ബി എ നോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ, സോ ഡിക്രീസിങ് ഓൺ 1 to infinity such that f of x is positive. ഫംഗ്ഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ദെൻ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity എഫ് ഓഫ് എൻ. അപ്പോൾ ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ്, അപ്പോൾ ആ എക്സ്പ്രഷൻ എന്തോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് കൺവേർജസ് or diverges according as the integral 1 to infinity f of x dx converges or diverges. അപ്പോൾ ഇതിൻ്റെ സീരീസിൻ്റെ കൺവേർജൻസ് ഡൈവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ ഇൻ്റഗ്രൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജിയോ ഡൈവേർജിയോ എന്ന് ചെക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ് ശരിക്ക് ഇൻ്റഗ്രൽ ടെസ്റ്റ് ഫോർ സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നതിൻ്റെ പ്രൂഫിൽ സിൻസ് എഫ് ഇസ് non increasing means decreasing ആവാം equal ആവാം. We get f of n plus 1 is less than or equal to f of x less than or equal to f of n for n less than x less than n plus 1. അതായത് എൻ എന്ന് പറയുന്ന ഒരു നമ്പർ എൻ പ്ലസ് 1 വേറെ. അപ്പോൾ ഇവിടെ ഫംഗ്ഷന് വാല്യൂ ഉണ്ടാവും, ആ വാല്യൂവിനെ നമ്മൾ എഫ് ഓഫ് എൻ എന്ന് വിളിക്കും. ആൻഡ് എൻ പ്ലസ് 1 ഫംഗ്ഷന് വാല്യൂ ഉണ്ടാവും, അതിന് എഫ് ഓഫ് എൻ പ്ലസ് 1 എന്ന് വിളിക്കും. പക്ഷേ ഇവിടെ ഡിക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതായിരിക്കും വലുത്, നോൺ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇതാണ് വലുത് വരിക. ആൻഡ് എഫ് ഓഫ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴേക്കായിരിക്കും ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വാല്യൂ വലുത് വരുന്നത് എഫ് ഓഫ് എൻ ആണ്. സോ എഫ് ഓഫ് എൻ ഇസ് ഗ്രേറ്റർ or f of n plus 1 is less than or equal to f of x is less than or equal to f of n for all x lies between n and n plus 1. Now integrating from n to n plus 1, ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു n തൊട്ടിട്ട് n plus 1 വരെ with respect to x. The integral n to n plus 1 f of n plus 1 dx is less than or equal to integral n to n plus 1 f of x dx is less than or equal to integral n to n plus 1 f of n dx. f of n plus 1 അത് x ഇല്ല, അപ്പോൾ അതുകൊണ്ട് അത് കോൺസ്റ്റന്റ് പുറത്ത്. ബാക്കി ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വരും. ലിമിറ്റ് എൻ പ്ലസ് 1 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 1 വരിക. സോ ദിസ് ഇസ് ജസ്റ്റ് എഫ് ഓഫ് എൻ പ്ലസ് 1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു integral n to n plus 1 f of x dx is less than or equal to ഇവിടെ അതേമാതിരി തന്നെ f of n പുറത്ത് ബാക്കിയുള്ളത് 1 വരിക. Now substituting n is equal to 1, 2, 3 etc. k minus 1 and adding, we get എന്നിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എക്സെട്ര കെ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എല്ലാം കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരാവുന്നത് എന്നിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് എഫ് ഓഫ് 2 ആയി,
plus f of 3i etc. ലാസ്റ്റ് k minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f of k ഇതെല്ലാം കൂടി ഞാൻ ആഡ് ചെയ്തു. ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിലാണെങ്കിൽ എന്നിനെ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് കുറേ ഇനീക്വാളിറ്റീസ് ഉണ്ട്, എല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. എന്നിനെ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 to 2 ആവും ഇൻ്റഗ്രൽ. സോ ഇൻ്റഗ്രൽ 1 to 2 f of x dx plus integral 2 to 3 f of x dx plus etc. plus last k minus 1 to k f of x dx is less than or equal to അതേപോലെ എന്നിനെ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f of 1. സോ f of 1 plus f of 2 plus etc. plus f of k minus 1 വരെ. This is sigma f of n where n varies from 2 to k is less than or equal to 1 to 2 plus 2 to 3 plus etc. k minus 1 to k എന്ന് പറഞ്ഞാൽ ഇത് ഇൻ്റഗ്രൽ 1 to k f of x dx ആണ്. And last one is f of 1 plus f of 2 plus etc. f of k minus 1, that is sigma f of n where n varies from 1 to k minus 1. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നു if 1 to infinity f of x dx converges. നമുക്കറിയാം ഇൻ്റഗ്രൽ 1 to k f of x dx is less than or equal to m for some m greater than 0. അത് നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ദ കൺവേർജൻസ് ആണ്. ഇത് 1 to x f of x dx എന്നോ അല്ലെങ്കിൽ 1 to ഒരു പെർട്ടിക്കുലർ നമ്പർ, ഒരു ഫൈനൈറ്റ് നമ്പർ f of x dx ബൗണ്ടഡ് ആവും എന്നുള്ളതാണ് കണ്ടീഷൻ. ശരി, സോ ഈ കണ്ടീഷൻ സോ ഫ്രം 1 we get ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ ഈ ഇതിലെ ഫസ്റ്റ് പാർട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 2 to k f of n is less than or equal to m. That means the partial sum sigma n is equal to 2 to k f of n of sigma n is equal to 2 to infinity f of n is bounded. അപ്പോൾ പാർഷ്യൽ സംസ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മാണ് ശരിക്കും പാർഷ്യൽ സം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ k minus 1 ടേംസിൻ്റെ സമ്മാണ്. അത് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. പാർഷ്യൽ സംസിൻ്റെ സീക്വൻസ് ആണ് നമ്മൾ പറയുക. അത് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. അതിപ്പോൾ ഇവിടെ ബൗണ്ടഡ് ആണ്. ഒരു സീക്വൻസ് ഇൻക്രീസിങ് ആണ്, ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ തീർച്ചയായും അത് കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കൺവേർജൻ്റ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസും എന്ത് തന്നെയായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. ഹെൻസ് കൺവേർജൻ്റ്. Therefore ഏത് കൺവേർജൻ്റ്? n is equal to 2 to infinity f of n is convergent. 2 to infinity f of n convergent ആണ്. നമുക്ക് 1 to infinity ആവേണ്ടത്. ഒരു ടേമും കൂടി കൂടിക്കഴിഞ്ഞാലും convergent ആണ്. So that means that implies n is equal to 1 to infinity f of n is convergent. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് സപ്പോസ് ചെയ്യേണ്ടത് ഇത് ഡൈവേർജൻ്റ് ആണെങ്കിൽ, now if 1 to infinity f of x dx is divergent, ഇത് ഡൈവേർജൻ്റ് ആണെങ്കിൽ ഇത് ബൗണ്ടഡ് ആവില്ല. ബൗണ്ടഡ് ആവില്ല കാരണം ഇതിൻ്റെ വാല്യൂ എങ്ങോട്ട് പോകണം? ഇൻഫിനിറ്റിയിലോട്ട് പോകണം. ദാറ്റ് മീൻസ് ലിമിറ്റ് k tends to infinity 1 to k f of x dx equal to infinity. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ആവും. ഈ 1 to k f of x dxൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആവണമെങ്കിൽ ഇവിടെ കമ്പാരിസൺ ഉണ്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലുതല്ലേ ഇത്? ഇതിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ലിമിറ്റ് ഏത് തന്നെയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. So that implies from 1 we get limit k tends to infinity sigma n is equal to 1 to k minus 1
f of n is equal to infinity, and this is same as sigma n is equal to 1 to infinity f of n equal to infinity. അപ്പോൾ ഈ ഇനീക്വാളിറ്റി വരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അവിടുന്ന് ഡയറക്റ്റ് കമ്പാരിസണിലൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ 1 to infinity f of x dx കാണുക. ആ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ സീരീസ് കൺവേർജൻ്റ് ആണ്, അത് ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ സീരീസ് ഡൈവേർജ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ബീറ്റ ഫംഗ്ഷനും ഗാമ ഫംഗ്ഷനും